താവൂഷിൻ്റെ സൃഷ്ടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന് പറയുന്ന നമ്മുടെ റാണി മരിയയുടെ ജീവചരിത്രം ട്രൂ സ്റ്റോറിയായി എഴുതിയ സ്ക്രിപ്റ്റ് റൈറ്റർ ജയ്പാൽ ആനന്ദ് എന്ന് പറയുന്ന സാറാണ്. സാറിനെ താവൂഷൻ ചാനലിലേക്കും സൃഷ്ടി എന്ന പ്രോഗ്രാമിലേക്കും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഫാദർ. ആദ്യം ജസ്റ്റ് ഒന്ന് സാറിനൊന്ന് പരിചയപ്പെടാം. സാറിൻ്റെ ദേശം കുടുംബമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ജയപാലാനന്ദൻ, തലശ്ശേരിയിലാണ് എൻ്റെ സ്വദേശം. തലശ്ശേരിയിലെ പാട്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്വദേശം. ദീർഘവർഷങ്ങളായിട്ട് ഞാൻ ഈ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 10-20 വർഷത്തോളം ഈ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലായിരുന്നു, കണ്ടൻറ് റൈറ്ററും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ആയിട്ട്. കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയുടെ പുറകെയുണ്ട്. ഷൈസിൻ്റെയായിട്ടുള്ള പരിചയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പേരിലാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ ഇതിൻ്റെ സിനിമ പ്രിവ്യൂ കാണാൻ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അല്പം എഴുത്തിനോടൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. ഈ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഒരു ജയ്പാൽ എന്ന് പറയുന്ന ആൾ ഒരു കാത്തലിക് അല്ല, ഇതൊരു സിസ്റ്ററുടെ സ്റ്റോറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? തീർച്ചയായിട്ടും ഫാദറിനറിയാം, വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങളും പഠനങ്ങളും തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലുണ്ട്. 2017 ഞാനും ഷൈസഞ്ചിയും ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ തേടിയുള്ള ഒരു യാത്ര തുടങ്ങിയത്. തീർച്ചയായിട്ടും ഓരോ ഘട്ടത്തിലും ഇത് ആത്യന്തികമായി ഷൈസൻ പി ഔസോപ്പിൻ്റെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ് സിനിമയായി മാറിയിരിക്കുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് വളരെ വർഷങ്ങളായിട്ട് സിസ്റ്റർ റാണി മരിയയെ പറ്റിയുള്ള ഒരു ഗംഭീരമായ സിനിമ, ലോകത്തിന് മുന്നിൽ ഒരു ഗംഭീരമായ സിനിമ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം 2017 ഈ സിനിമയിലേക്ക് എന്നെ ചേർത്ത് പിടിക്കുന്നു. ഈ സിനിമയുടെ തിരക്കഥ എഴുതാൻ ചുമതലപ്പെടുത്തുന്നു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു മഹാഭാഗ്യമാണ് അത് ഇപ്പോൾ സിനിമ ലോകം മുഴുവൻ ഏറ്റെടുത്തു. ഗംഭീരമായ വിജയമായി ഓസ്കാറിൻ്റെ വക്കീലോളം എത്തി നിൽക്കുന്നു. ജീവിതത്തിൽ ഇതിലും വലിയ മഹാഭാഗ്യങ്ങൾ തേടിയെത്താനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എഴുത്തിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ 2017 ഈ മധ്യപ്രദേശിൽ ഇൻഡോറിൽ സിസ്റ്റർ ജീവിച്ച ഉദയനഗറിലെത്തുന്നു. സിസ്റ്റർ റാണി മരിയ ജീവിച്ച മണ്ണിലും അവർ നടന്നുപോയ വഴികളിലും അവിടുത്തെ ഗ്രാമങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുന്നു. അവിടുത്തെ കർഷകരോടും ആദിവാസികളോടും സംസാരിക്കുന്നു. പിന്നീട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ സിസ്റ്ററിൻ്റെ കൂടെ പ്രവർത്തിച്ച ധാരാളം കന്യാസ്ത്രീമാരെ കാണാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നു. അതൊക്കെ വലിയ അനുഭവമാണ്. ഇത്തരം ഒരു പ്രോസസ്സിലൂടെ തന്നെ ഈ വിഷയം പഠിച്ച് സിസ്റ്ററിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് മാസങ്ങളും വർഷങ്ങളും സമയമെടുത്ത് ഞങ്ങൾ അതിൻ്റെ പുറകെ യാത്ര ചെയ്തതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ ഫാദർ പറഞ്ഞ പോലെ ഈ എഴുത്തിൻ്റെ ഈ കത്തോലിക്കനല്ലാത്ത ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ആ ഒരു ഭാഷയിലേക്ക് ആ ഒരു എഴുത്തിൻ്റെ ഒരു ഫ്ലോ അതിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ഒരു സ്ക്രിപ്റ്റായിട്ട് അല്ലെങ്കിൽ ഡയലോഗോട് കൂടി അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എഴുതി വെച്ച ആ ഡയലോഗിന് ആപ്റ്റായിട്ടുള്ള ഒരു ഫിഗർ, അത് ഫിസിക്കൽ അപ്പിയറൻസും അതുപോലെയുള്ള ഭാവങ്ങളും കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ എഴുതുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാരെ കിട്ടി എന്നുള്ളൊരു സംതൃപ്തി അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം, അതിൻ്റെ രീതി എങ്ങനെയായിരുന്നു? अच्युत तो सिर्फ आदिवासी है, उनका पैसा नहीं है ना साहब. अगर हो सके तो आगे से बच्चे को बकरी चराने मत भेजना. തീർച്ചയായിട്ടും സിസ്റ്ററിൻ്റെ നിരവധി ഫോട്ടോഗ്രാഫ്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മ്യൂസിയത്തിൽ ഉള്ള ഇവിടെ ഉദയനഗർ തന്നെ സിസ്റ്റർ അവസാനമായി പ്രവർത്തിച്ചിരുന്ന ആ സ്ഥലത്ത് അവിടെ സിസ്റ്ററിൻ്റെ ധാരാളം ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. സിസ്റ്റർ ധരിച്ച വസ്ത്രങ്ങൾ പോലും
സ്നേഹ കോൺവെൻറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഈ പെരുമ്പാവൂരുള്ള മ്യൂസിയത്തിൽ, പിന്നെ ധാരാളം പുസ്തകങ്ങളിലൊക്കെ സിസ്റ്ററുടെ സൂക്ഷ്മമായിട്ടുള്ള ഭാവചലനങ്ങൾ വരെ ഒപ്പിവെച്ചിട്ടുണ്ട്. സിസ്റ്റർ എപ്പോഴും ചിരിച്ചുകൊണ്ടായിരുന്നു, എപ്പോഴും മനുഷ്യർക്കിടയിൽ പ്രകാശം പരത്തിയിട്ടായിരുന്നു സിസ്റ്റർ റാണി മരിയ കഴിഞ്ഞ 25 വർഷങ്ങൾ ഉത്തരേന്ത്യയിലും മധ്യപ്രദേശിലും ജീവിച്ചിരുന്നത്. സിസ്റ്ററിൻ്റെ ഓരോ ജസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് സൂക്ഷ്മമായി പഠിക്കാനുള്ള മെറ്റീരിയലുകൾ ഞങ്ങൾ കളക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സിസ്റ്ററിലേക്ക് നമുക്ക് എളുപ്പത്തിൽ സിസ്റ്ററെ ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാൻ പറ്റിയത്. അതിൽ എഴുതുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കിടയിലുള്ള ചർച്ചയിൽ ആര് വേണം എന്ന് പറയുന്ന ഏത് ആർട്ടിസ്റ്റ് ഈ വേഷം ചെയ്യണം എന്നുള്ള ചർച്ച നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പല ആളുകളിലൂടെയും കടന്നു പോയിട്ടുണ്ട്, പല പേരുകളും കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രോസസ്സിൽ ഷൈസിൻജിയുടെ കൂടെ രഞ്ജൻ അബ്രഹാം എന്ന് പറയുന്ന ഞങ്ങളുടെ എഡിറ്റർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, അദ്ദേഹം ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവന വലുതാണ്. അവസാനം വിംസിയിലേക്ക് എത്തുമ്പോഴാണ് തീർച്ചയായിട്ടും ഡയറക്ടറും രഞ്ജേട്ടനും ഞങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആയത്. തീർച്ചയായിട്ടും വിംസിക്ക് സിസ്റ്ററായിട്ട് നല്ല സാമ്യമുണ്ട്. അവരുടെ ബോഡി ലാംഗ്വേജ്, പിന്നെ ആ മുഖത്തിൻ്റെ ഒരു സ്ട്രക്ചർ, ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. അത് വലിയ അളവിൽ അത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള യാത്രയിൽ ചില അത്ഭുതങ്ങൾ പോലെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മീൻസ് ഈ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ചില അവസരങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നമ്മുടെ ഈ ക്രൂവിൽ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചില ഓർമ്മകളും ഉണ്ടോ? കാരണം തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ സിനിമ എന്നിലേക്ക് എത്തിയത് തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് കാണുന്നത്. കാരണം ഷൈസിൻജിക്ക് തീർച്ചയായിട്ടും ഷൈജയ്ക്ക് വലിയ എഴുത്തുകാർ ഷൈജയ്ക്ക് കിട്ടുമായിരുന്നു, അവൈലബിൾ ആയിരുന്നു. അദ്ദേഹം ബോംബെയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഡോക്യുമെൻ്ററി ചലച്ചിത്രകാരനാണ്, ധാരാളം ബന്ധങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏരിയ വളരെ വ്യാപ്തിയുള്ളൊരു ഏരിയയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ എഴുത്തുകാരെ കിട്ടുമായിരുന്നു. അദ്ദേഹം എന്നെ തേടി വന്നത്, എന്നെ ഇതിൻ്റെ തിരക്കഥ എഴുത്ത് ചുമതലപ്പെടുത്തിയത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമാണ്. പിന്നെയുള്ള ഓരോ ഘട്ടങ്ങളിലും ഈ സിനിമയ്ക്ക് ധാരാളം പ്രതിസന്ധികൾ വന്നു ചേർന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ മെല്ലെ മെല്ലെ മാറിപ്പോവുകയുണ്ടായി സംഭവിച്ചത്. പല നിലക്ക് ഇപ്പം പ്രൊഡ്യൂസേഴ്സിനെ കണ്ടെത്തുന്ന കാര്യത്തിലായാലും, പിന്നീട് അത് സംഭവിച്ച കാര്യത്തിലായാലും, ഈ വിംസിയിലേക്ക് എത്തുന്ന കാര്യത്തിലായാലും, പിന്നെ കുറേ മനുഷ്യർ, നല്ല മനുഷ്യർ, കുറേ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകർ, ഇപ്പം ഞങ്ങളുടെ ക്യാമറമാൻ മഹേഷ് ആയാലും, നമ്മളെ മ്യൂസീഷ്യൻ അൽഫോൺസ് ജോസഫ് ആയാലും, അങ്ങനെ ഇവരെല്ലാം ഈ സിനിമയിലേക്ക് വന്നു ചേർന്നത് തന്നെ ഇതാദ്യം പ്ലാൻഡായിട്ട് ഒന്നുമല്ല. ശരിക്കും ഈ സിനിമ ഇത്രയൊന്നും ബഡ്ജറ്റിലല്ലാതെ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്യണം എന്ന ഉള്ള രീതിയിലുള്ള പ്ലാൻ ഷൈസ്ജി ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ അത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ആ പ്രതിസന്ധികളെല്ലാം തട്ടി മാറ്റിയിട്ട് ഇത് ഒരു വലിയൊരു പ്രൊജക്റ്റായിട്ട് മാറി. ഏതാണ്ട് വലിയ 6.5 കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന, ഇന്ത്യയിലെമ്പാടുമുള്ള സാങ്കേതിക പ്രവർത്തകരെ പങ്കെടുപ്പിച്ചിട്ടും 16 സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരെ, ആർട്ടിസ്റ്റുകളെ അഭിനയിപ്പിച്ചിട്ടും വർക്ക് ചെയ്ത ഒരു സിനിമയായിട്ട് ഇത് മാറി. അത് വലിയ അത്ഭുതകരമായ ഒരു പ്രക്രിയ തന്നെയായിരുന്നു. लिया है वो पैसा अब चुका, सारी फसाद की जड़ वो और ഇന്നിപ്പോൾ ഈ സിനിമയുടെ ഭാഗമായി എന്ന് മാത്രമല്ല, ഒരു ഓസ്കാറിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട് നിൽക്കുമ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ഇത് ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ. അതെ, അതെന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ? അല്ല, ഓസ്കാർ എൻട്രി ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന സിനിമയ്ക്ക് ഞങ്ങളുടെ ടീമിനും വലിയൊരു മഹാഭാഗ്യവും സുഹൃതവുമാണെന്ന് കരുതുന്നു. അതുപോലെ ഇനി ഇപ്പോൾ സ്ക്രിപ്റ്റുകൾ മറ്റുള്ള ടെലിവിഷൻ അല്ലെങ്കിൽ സിനിമാ മേഖലകളിൽ എഴുതിയതിനേക്കാളും ആയാസകരമായിരുന്നു, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് അതിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈസി? കാരണം ഇതൊരു ട്രൂ സ്റ്റോറി ആയതുകൊണ്ട് ഒരു തരത്തിൽ ഇമാജിൻ ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തിലൂടെ
അവർ സഞ്ചരിച്ച വഴികളിലൂടെ നമ്മളെ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മെറ്റീരിയലുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നിരവധിയായിട്ടുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവരെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള ചലച്ചിത്രകാരന്മാർ നിർമ്മിച്ച നിരവധി ഡോക്യുമെൻ്ററികൾ കഴിഞ്ഞ 28 വർഷത്തിനുള്ളിൽ ലോകത്തെ പ്രേക്ഷക സമൂഹത്തിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായിരുന്നു അവരെ ആ ജീവിതം പഠിക്കാൻ. പിന്നെ അതിൽ ഒരു വലിയൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ ജീവിതം, ഇതിഹാസ തുല്യമായ ജീവിതം, പൂർവ്വ മാതൃകളില്ലാത്ത മഹത്തായ ഒരു ജീവിതമായിരുന്നു, മഹത്തായ രക്തസാക്ഷിത്വമായിരുന്നു. അതിനോട് നീതി പുലർത്തണം എന്നുള്ളത് ഒരു സിനിമയ്ക്ക് വേണ്ടി ആയാൽ പോലും അതിനകത്ത് ഒരുപാട് എന്താണ് പിന്നെ ഈ കൃത്രിമമായ കണ്ടൻറ്റുകൾ ചേർക്കാൻ പാടില്ല ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനൊരുപാട് പ്രോസസ്സിന് ഒരുപാട് വർഷങ്ങൾ സമയമെടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് തന്നെ നിരവധി ഡ്രാഫ്റ്റുകൾ എടുത്തിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റ്. ഇപ്പോൾ ഷൈസൻജിയും രഞ്ജൻ എബ്രഹാം അങ്ങനെ ഞങ്ങളുടെ ടീം നിരന്തരമായിട്ട് അതിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ വാക്കുകളും ഓരോ ഫ്രെയിമുകളും ഓരോ വിഷ്വലുകളും ഓരോ ഡയലോഗുകളും ഞങ്ങൾ പുതുക്കിക്കൊണ്ടേയിരുന്നു. കാരണം ആ സിനിമ മനുഷ്യരുടെ മുന്നിലേക്ക് ഏറ്റവും സത്യസന്ധമായ സിനിമയാവണമെന്ന് തീർച്ചയായിട്ടും അതിൻ്റെ സംവിധായകനും ടീമംഗങ്ങളെ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തു. നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും താവൂഷൻ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഞങ്ങളുടെ ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയ ജയ്പാൽ സാറിനെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ പ്രാർത്ഥിക്കുകയാണ്. കാരണം അതിൻ്റെ ട്രൂ സ്റ്റോറിയായി തന്നെ എഴുതാനും അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ അതിൻ്റെ ഡയലോഗുകൾ ഓരോന്നും അക്ഷരത്തിനും വാക്കിനും ജീവനും കൊടുത്ത് അതിനേക്കാളേറെ ദൈവം അതിന് ചൈതന്യം തന്നുകൊണ്ട് നിങ്ങളിലൂടെ പുറത്തിറങ്ങിയ ആ സിനിമയുടെ അവതരണം അനേക മനസ്സുകളിലേക്ക് ഒരു ചലനമുണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള സ്ക്രിപ്റ്റുകൾ ധാർമ്മിക മൂല്യങ്ങൾ ഉള്ളത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ ഈ ക്രൂവിനും അതുപോലെ ജവാൽ സാറിനും ഒത്തിരിയേറെ താവൂഷിൻ്റെ പേരിലും പ്രേക്ഷകരുടെ പേരിലും നന്ദി വർദ്ധിക്കുന്നു. സന്തോഷവാർ, നന്ദി.